പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കായുള്ള പദ്ധതികളുടെ പുരോഗതി എല്ലാ മാസവും വിലയിരുത്തുമെന്ന് വകുപ്പ് മന്ത്രി ഒ.ആർ. കേളു. ജില്ലാതല അവലോകനത്തിൽ പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാനും നിർദ്ദേശം. പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വിഭാഗ വികസന വകുപ്പിന്റെ പദ്ധതികളുടെ ആലപ്പുഴ ജില്ലാതല അവലോകന യോഗത്തിൽ പങ്കെടുത്തതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. തദ്ദേശീയ ജനവിഭാഗത്തിന്റെ പ്രധാനപ്പെട്ട വിഷയങ്ങളായിട്ടുള്ള വിദ്യാഭ്യാസം, അതുപോലെ തന്നെ അവരുടെ വീട്, കുടിവെള്ളം, വൈദ്യുതി, റോഡ് സൗകര്യം, കുട്ടികളുടെ ഡ്രോപ്പ് ഔട്ട്, അവരുടെ ഭൂമിയുടെ വിഷയം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പ്രധാനമായും നമ്മുടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഈ കാര്യങ്ങളൊക്കെ ലഭ്യമാവാത്ത കുടുംബങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പൊതു തീരുമാനം ഇന്ന് യോഗത്തിലൂടെ കൈക്കൊള്ളുകയുണ്ടായി. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, തീരുമാനമെടുത്തിട്ടുള്ളത് ഒക്ടോബർ 2 നമ്മുടെ സാമൂഹ്യ പക്ഷാചരണം ആരംഭിക്കുകയാണ്. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് ജില്ലയിൽ നടപ്പാക്കുന്ന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കണമെന്നും വ്യക്തിഗത ആനുകൂല്യങ്ങളും സേവനങ്ങളും വേഗത്തിൽ ലഭ്യമാക്കണമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. തിങ്കളാഴ്ച രാവിലെ 9:30 ജില്ലാ പഞ്ചായത്ത് ഹാളിലായിരുന്നു അവലോകന യോഗം ചേർന്നത്. യോഗത്തിൽ മന്ത്രി സജി ചെറിയാൻ, ജില്ലയിലെ MLA-മാരായ ചിത്തരഞ്ജൻ, H. സലാം, MS. അരുൺകുമാർ, ദലീമ ജോജോ, U. പ്രതിഭ എന്നിവർ സംസാരിച്ചു. മന്ത്രി P. പ്രസാദിന് വേണ്ടി പ്രതിനിധി യോഗത്തിൽ പങ്കെടുത്തു. 2024 സുപ്രീം കോടതി വിധി മറികടക്കാൻ കേന്ദ്ര സർക്കാർ നിയമനിർമ്മാണവും കോടതി അധികാരപ്പെടുത്തിയിട്ടുള്ള സംസ്ഥാന സർക്കാർ നിലപാടും വ്യക്തമാക്കണമെന്ന ആവശ്യമുന്നയിച്ച് KPMS ആലപ്പുഴ ജില്ലാതല നേതൃത്വ സംഗമം. നവോത്ഥാന പാരമ്പര്യമുള്ള KPMS എന്ന പ്രസ്ഥാനത്തിന് സാമൂഹിക അസമത്വങ്ങൾക്കെതിരെ ഒറ്റയ്ക്ക് പോരാടാനാവുമെന്ന ഉദ്ഘാടന പ്രസംഗത്തിൽ സംഘടനാ ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ. സാംസ്കാരിക ഔന്നത്യം പുലർത്തുന്ന കേരളം അതിന്റെ സമൂഹ മനസ്സ് വളർന്നിട്ടില്ല എന്ന് നമ്മൾ കേരളത്തോട് പറഞ്ഞു. ആ സമൂഹ മനസ്സിനെ വളർത്താൻ വേണ്ടിയിട്ടുള്ള ആശയ പ്രചരണത്തിന് നമ്മൾ നേതൃത്വം കൊടുക്കുമെന്ന് പറഞ്ഞു. സർക്കാർ എന്ത് ചെയ്തു? അതിനുശേഷം നമ്മളെ പിടിച്ച് നവോത്ഥാന സംരക്ഷണ സമിതിയുടെ കൺവീനർ സ്ഥാനം നിന്നു. നമ്മൾ ആ കൺവീനറായിട്ട് കേരളത്തിൽ ഒരു വലിയ ആശയ സമരത്തിന് നേതൃത്വം കൊടുക്കും. പക്ഷെ പിന്നീട് ഗവൺമെന്റ് പിന്നോട്ട് പോകുന്നു എന്ന് കണ്ടപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അതിൽ നിന്ന് നമ്മൾ പിന്മാറി. നമ്മൾ പറഞ്ഞത് എന്താ? ഞങ്ങൾക്ക് നവോത്ഥാന സംരക്ഷണ സമിതി ഒന്നും വേണ്ട, ഞങ്ങൾക്ക് ഒരു സർക്കാരിന്റെയും പിന്തുണ വേണ്ട. അയ്യൻകാളി എന്ന് പറയുന്ന ഞങ്ങളുടെ കുലഗുരു ആഢ്യത്വത്തിന്റെ അടയാളമായ വെള്ളക്കാളുകളെ പൂട്ടിയ വില്ലുവണ്ടിയിൽ തല നിവർന്നിരുന്ന് ഈ സാമൂഹിക അസമത്വങ്ങൾക്കെതിരെ പ്രതിഷേധത്തിന്റെ ചാട്ടവാർ ചുഴറ്റിക്കൊണ്ട് ഒരു സമൂഹത്തിനെ നയിക്കാൻ കഴിഞ്ഞുവെങ്കിൽ ആ നവോത്ഥാന പാരമ്പര്യമുള്ള ഈ പ്രസ്ഥാനത്തിന് പരിഷ്കരണ ചിന്തയോടുകൂടി കേരളീയ സമൂഹത്തിൽ നടന്നു കയറാൻ ഞങ്ങൾക്ക് ഒരു ഗവൺമെന്റിന്റെയും പിന്തുണ വേണ്ടെന്ന് പറഞ്ഞു. ആലപ്പുഴ റെയ്ബാൻ ഓഡിറ്റോറിയത്തിൽ കഴിഞ്ഞ ദിവസമായിരുന്നു ജില്ലാതല നേതൃത്വ സംഗമം സംഘടിപ്പിച്ചത്. KPMS സംസ്ഥാന സെക്രട്ടറി M. ബിജു അധ്യക്ഷനായിരുന്നു. സെക്രട്ടേറിയറ്റ് അംഗം CK ഉത്തമൻ സ്വാഗതവും സെക്രട്ടേറിയറ്റ് അംഗം MD മോഹനൻ നന്ദിയും പറഞ്ഞു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് MP ലാൽകുമാർ, സെക്രട്ടേറിയറ്റ് അംഗം K. രാജൻ ചെങ്ങന്നൂർ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ഷൈജു തഴക്കര, ശിശുപാലൻ, കുഞ്ഞുമോൻ തകഴി, PV മനോഹരൻ, രാജീവ് ചെറിയനാട് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. വെളിയനാട് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെ ശോച്യാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തം. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. സംസ്ഥാന സർക്കാരിന്റെയും ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളുടെയും അവഗണനയ്ക്കെതിരെ വമ്പിച്ച ജനരോക്ഷം ഉയരണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ആലപ്പുഴ DCC വൈസ് പ്രസിഡന്റ് സജി ജോസഫ്. കുട്ടനാട്ടിലെ പാവപ്പെട്ട ജനങ്ങളോട് സർക്കാർ കാട്ടുന്നത് കടുത്ത വഞ്ചനയാണെന്നും സജി ജോസഫ് അഭിപ്രായപ്പെട്ടു. വെളിയനാട്, രാമങ്കരി, കാവാലം, മുട്ടാർ, പായിപ്പാട് പഞ്ചായത്തുകളിൽ നിന്നുള്ള സാധാരണക്കാരായ രോഗികൾക്ക് ആശ്രയമായിരുന്ന ആതുരാലയം അധികാരികളുടെ അവഗണനയും കെടുകാര്യസ്ഥതയും മൂലം തകർന്ന് നാമാവശേഷമാവുകയാണ്. ഡോക്ടർമാർക്കും ജീവനക്കാർക്കും രോഗികൾക്കും സുരക്ഷിതത്വമില്ലാത്ത അവസ്ഥയാണ് നിലവിലുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. കർഷക തൊഴിലാളികളും കൂലിപ്പണിക്കാരും ദൈനംദിനം ജോലി ചെയ്ത് അന്നത്തെ അപ്പത്തിന് വഴിതേടുന്ന ആയിരക്കണക്കിന് ആളുകൾ തിങ്ങി പാർക്കുന്ന ഈ പ്രദേശത്ത് ഈ വെളിനാട് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ
കുട്ടനാട് പഞ്ചായത്തിൽ മാത്രമുള്ള ആളുകൾക്കല്ല, പുതുമുന്നും കാവാലത്തും നീലംപേരൂരും കുട്ടാറും പായിപ്പാടും ഒക്കെയുള്ള ഈ പ്രദേശങ്ങളിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരു പനി ബാധിച്ചാൽ, ഒരു തലകറക്കം വന്നാൽ ആദ്യം ഓടിയെത്തുന്ന ഹെൽത്ത് സെന്ററാണ് ഈ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ. നൂറുകണക്കിന് രോഗികളാണ് ഇവിടെ ഡോക്ടർമാരെ കാണുവാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. നമ്മുടെ സമീപ പ്രദേശങ്ങളിലുള്ള പാവപ്പെട്ട ആളുകൾ, നിരവധി ആളുകൾ എത്തുന്ന ഈ ഹോസ്പിറ്റലുകളിൽ മെച്ചപ്പെട്ട സംവിധാനം ഉറപ്പുവരുത്തുവാൻ സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരോ പ്രാദേശിക ഭരണകൂടങ്ങളോ തയ്യാറാകാത്ത ഈ സാഹചര്യത്തിൽ നമുക്കറിയാം, ഇന്ന് സംസ്ഥാന ഭരണം, സംസ്ഥാനത്തെ ആരോഗ്യ വകുപ്പ് ഇന്ന് ഏറ്റവും പരാജയപ്പെട്ട ഒരു ആരോഗ്യ വകുപ്പായിരിക്കുന്നു. വെളിയനാട് CHSCയോടുള്ള അധികാരികളുടെ അവഗണന അവസാനിപ്പിച്ച് അടിയന്തരമായ ആശുപത്രി പുനർനിർമ്മിക്കുവാൻ തയ്യാറാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് വെളിയനാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. പ്രതിഷേധ യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് G. സൂരജ് അധ്യക്ഷനായിരുന്നു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് CV രാജീവ് മുഖ്യപ്രഭാഷണം നടത്തി. നിശേഷം തകർന്നുപോയ ഈ ആശുപത്രി കെട്ടിടം പുനർനിർമ്മിക്കുന്നതിന് വേണ്ടി എത്ര കോടി രൂപ വേണമെങ്കിലും അനുവദിക്കാമെന്ന് അന്നത്തെ കേരളത്തിലെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ തോമസ് ഐസക് പ്രഖ്യാപിച്ചിരുന്നതാണ്. എന്നാൽ 2021 അധികാരത്തിൽ വന്ന രണ്ടാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഈ ആശുപത്രിക്ക് വേണ്ടി ഒരു രൂപ പോലും, ഒരു നയാ പൈസ പോലും അനുവദിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഖേദകരമായ വസ്തുത. കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി CB മൂലംകുന്നം, NC ബാബു, TD അലക്സാണ്ടർ, AK സോമനാഥൻ, അലക്സാണ്ടർ വാഴയിൽ, സന്തോഷ് തോമസ്, AK കുഞ്ചറിയ, സിന്ധു സൂരജ്, ശോഭന സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടനാട് ദ്രാവിഡ പൈതൃക വേദിയുടെ ആഭിമുഖ്യത്തിൽ 3ാമത് മകം ജലോത്സവം എടത്വ സെന്റ് ജോർജ് ഫൊറോന പള്ളിക്ക് സമീപം പമ്പയാറ്റിൽ നടന്നു. വെപ്പ് B ഗ്രേഡ് 3, 5, 7, 14 തുഴ വള്ളങ്ങളാണ് ജലമേളയിൽ പങ്കെടുത്തത്. ചിറമേൽ തോട്ടുകടവ് വള്ളം മകം ജലോത്സവം ട്രോഫി കരസ്ഥമാക്കി. ഞായറാഴ്ച നടന്ന ജലോത്സവം കൊടിക്കുന്നിൽ സുരേഷ് MP ഉദ്ഘാടനം ചെയ്തു. ജലമേളകൾ കുട്ടനാട് ജനതയുടെ ഹൃദയതാളമാണെന്ന് കൊടിക്കുന്നിൽ അഭിപ്രായപ്പെട്ടു. ഏറ്റവും കൂടുതൽ ചുണ്ടൻ വള്ളങ്ങളുള്ളതും ഏറ്റവും കൂടുതൽ ബോട്ട് ക്ലബ് ഉള്ളതും കുട്ടനാട്ടിലാണ്. അതുകൊണ്ട് തന്നെ വള്ളംകളി എന്ന് പറയുന്നത് നമ്മുടെ സിരയിൽ ഒഴുകുന്ന രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒന്നാണ്. കുട്ടനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വള്ളംകളികൾ അത് ചെറിയ വള്ളംകളി ആയിരുന്നാലും വലിയ വള്ളംകളി ആയിരുന്നാലും ചുണ്ടൻ വള്ളങ്ങളായിരുന്നാലും ചെറുവള്ളങ്ങളായിരുന്നാലും ആ എല്ലാ വള്ളംകളികൾക്കും വലിയ പ്രാധാന്യമുണ്ട്. ദ്രാവിഡ പൈതൃക വേദി പ്രസിഡന്റ് PM ഉത്തമൻ ഉദ്ഘാടന സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്നു. രക്ഷാധികാരി AJ കുഞ്ഞുമോൻ പതാക ഉയർത്തി. എടത്വ സെന്റ് ജോർജ് ഫൊറോന പള്ളി വികാരി ഫാദർ ഫിലിപ്പ് വൈക്കത്തുകാരൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോളി മാസ്റ്ററിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. എടത്വ പഞ്ചായത്ത് പ്രസിഡന്റ് ലിജി വർഗീസ്, ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിനു ഐസക് രാജു, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രേഷ്മ ജോൺസൺ, ദ്രാവിഡ പൈതൃക വേദി സെക്രട്ടറി G. ജയചന്ദ്രൻ, സ്റ്റാർലി ജോസഫ്, ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ആനി ഈപ്പൻ, അജിത് പിഷാരത്, എടത്വ വികസന സമിതി ജനറൽ സെക്രട്ടറി ഡോക്ടർ ജോൺസൺ V. ഇടിക്കുള തുടങ്ങിയവർ സംസാരിച്ചു. വയനാട് ദുരന്തഭൂമിയിൽ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ കുട്ടനാട് റെസ്ക്യൂ ടീം അംഗങ്ങളായ അനൂപ്, ജിജോ ജോർജ്, ശ്യാം സുന്ദർ, ജിജോ സേവ്യർ എന്നിവരെ ആദരിച്ചു. സബ് ഇൻസ്പെക്ടർ CG സജികുമാർ സമ്മാനദാനം നിർവഹിച്ചു. പരിശുദ്ധ പരുമല തിരുമേനിയുടെ 122ാം ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് സർക്കാർ തല വിവിധ വകുപ്പുകളുടെ ഏകോപനവും ക്രമീകരണങ്ങളും സംബന്ധിച്ച് പരുമല സെമിനാരിയിൽ അവലോകന യോഗം ചേർന്നു. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് യോഗം ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ, പത്തനംതിട്ട ജില്ലാതല വകുപ്പ് മേധാവികളുടെ അവലോകന യോഗമാണ് കഴിഞ്ഞ ദിവസം നടന്നത്. ജനബാഹുല്യം കണക്കിലെടുത്ത് പരുമല പെരുന്നാളിന് ഈ വർഷം വിപുലമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുമെന്ന് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. മന്ത്രി സജി ചെറിയാൻ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. പെരുന്നാൾ ദിനങ്ങളിൽ വിവിധ ഡിപ്പോകളിൽ നിന്ന് KSRTC പ്രത്യേക സർവീസുകൾ നടത്തും. പഞ്ചായത്തിന്റെ സഹകരണത്തോടെ കുടിവെള്ളം വിതരണം നടത്തുവാനും റോഡുകളുടെയും പാലത്തിന്റെയും അറ്റകുറ്റപ്പണികൾ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുവാനും വഴിവിളക്കുകൾ പ്രകാശിപ്പിക്കുവാനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിന് യോഗത്തിൽ തീരുമാനമായി. പെരുന്നാളുമായി ബന്ധപ്പെട്ട് പ്രത്യേക പോലീസ് കൺട്രോൾ റൂം സ്ഥാപിക്കും. ആരോഗ്യവകുപ്പ് ആംബുലൻസ് സേവനം ഒരുക്കുകയും പ്രത്യേക മെഡിക്കൽ ടീമിനെ സജ്ജമാക്കുന്നതിനുമുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുവാനും തീരുമാനിച്ചു. CPIM വാഴപ്പള്ളി ലോക്കൽ കമ്മിറ്റി സമ്മേളനം ശ്രദ്ധേയമായി. LC സെക്രട്ടറിയായി സെബാസ്റ്റ്യൻ ആന്റണി മാറാട്ടുകളം വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു.
ചീരഞ്ചിറ സർവീസ് സഹകരണ സംഘം ഓഡിറ്റോറിയത്തിൽ ചേർന്ന സമ്മേളനം CPIM കോട്ടയം ജില്ലാ സെക്രട്ടറി AV റസൽ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സമ്മേളനങ്ങളുടെ ആത്യന്തികമായ ലക്ഷ്യം ഈ പാർട്ടി കൂടുതൽ പ്രദേശങ്ങളിലേക്കും കൂടുതൽ ബഹുജനങ്ങളിലേക്കും എത്തുന്നതിനാവശ്യമായ രാഷ്ട്രീയവും സംഘടനാപരവുമായ പ്രവർത്തനങ്ങൾക്ക് ദിശാബോധം നൽകുക എന്നത് തന്നെയാണ്. എവിടെയാണ് നമ്മുടെ പാർട്ടി നിൽക്കുന്നത്? ഈ ലോക്കലിൻ്റെ പ്രദേശത്ത് നമുക്ക് ഈ പാർട്ടിയിൽ അണിനിരക്കേണ്ട വർഗപരമായ എല്ലാ വിഭാഗങ്ങളെയും ചേർത്ത് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതിനെ സംബന്ധിച്ചാണ് നമ്മൾ പരിശോധിക്കുന്നത്. നമ്മുടെ കൂടെ നിന്ന ഏതെങ്കിലും വിഭാഗങ്ങളോ കുടുംബങ്ങളോ വ്യക്തികളോ പാർട്ടിയിൽ നിന്ന് അകന്നുപോയിട്ടുണ്ടോ? ഈ നാടിൻ്റെ പൊതുവായ ജനകീയ ആവശ്യങ്ങൾ എന്താണ്? പ്രത്യേകമായിട്ടുള്ള ആവശ്യങ്ങൾ എന്താണ്? അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താണ് ചെയ്യേണ്ടത്, ഇടപെടേണ്ടത്? ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചുള്ള മൂർത്തമായ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പൊതു രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങളോടൊപ്പം അതും കൂടി ഈ സമ്മേളനത്തിന്റെ ഭാഗമായി ഉയർന്നു വരും എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. ലോക്കൽ കമ്മിറ്റി അംഗം ജോസഫ് M. ആന്റണി രക്തസാക്ഷി പ്രമേയവും PS. ഷാജഹാൻ അനുശോചന പ്രമേയവും LC സെക്രട്ടറി സെബാസ്റ്റ്യൻ ആന്റണി പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി AV റസൽ, ചങ്ങനാശ്ശേരി ഏരിയ സെക്രട്ടറി KC ജോസഫ് എന്നിവർ പൊതുചർച്ചകൾക്ക് മറുപടി പറഞ്ഞു. സമ്മേളനം 13-അംഗ കമ്മിറ്റിയെയും LC സെക്രട്ടറിയായി സെബാസ്റ്റ്യൻ ആന്റണിയെയും തെരഞ്ഞെടുത്തു. വാഴപ്പള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സ ഉടൻ ആരംഭിക്കണമെന്ന് ലോക്കൽ സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. മാലിന്യ ശേഖരണം സർക്കാർ നിർദ്ദേശിച്ചതുപോലെ നടപ്പാക്കാൻ വാഴപ്പള്ളി പഞ്ചായത്തിലെ UDF ഭരണസമിതി തയ്യാറാവുക, വടക്കേക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കളിസ്ഥലം അടിയന്തരമായി പുനഃസ്ഥാപിക്കുക, ക്ഷേമ പെൻഷൻ കേരളത്തിന് നൽകുന്നതിൽ കേന്ദ്ര BJP സർക്കാർ കാണിക്കുന്ന വിവേചനം അവസാനിപ്പിക്കുക, ചീരഞ്ചിറ ഗവൺമെന്റ് UP സ്കൂളിന് LDF സർക്കാർ അനുവദിച്ച 3 കോടി രൂപ ഉപയോഗിച്ചുള്ള പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുക എന്നീ പ്രമേയങ്ങൾ സമ്മേളനത്തിൽ അവതരിപ്പിക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്തു. സമ്മേളനത്തിൽ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കൃഷ്ണകുമാരി രാജശേഖരൻ, ജില്ലാ കമ്മിറ്റി അംഗം ഡോക്ടർ PK പത്മകുമാർ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KD സുഗതൻ, AM തമ്പി, അഡ്വക്കേറ്റ് ജോസഫ് ഫിലിപ്പ്, C. സനൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ചങ്ങനാശ്ശേരിയിൽ സാമൂഹ്യ സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന മർക്കസുൽ ഹുദായുടെ സിൽവർ ജൂബിലി പ്രഖ്യാപന സമ്മേളനം കഴിഞ്ഞ ദിവസം ചേർന്നു. അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തീർച്ചയായും കൂടുതൽ ആളുകൾക്കായി സൗകര്യപ്രദമായ രീതിയിൽ പ്രവർത്തനമായി മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും. ഞാൻ കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല. എല്ലാവിധമായിട്ടുള്ള വിജയങ്ങളും ആശംസിക്കുന്നു. ഈ സിൽവർ ജൂബിലി ബ്ലോക്കിൻ്റെ പണി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി എടുക്കാവുന്നതാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ജൂബിലി പ്രഖ്യാപന സമ്മേളനം ആരംഭിച്ചുകൊണ്ട് ഞാൻ വാക്ക് നൽകുന്നു. സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ MA ഷാജി അധ്യക്ഷനായിരുന്നു. സംഘടനാ ജനറൽ സെക്രട്ടറി KSM റഫീഖ് അഹമ്മദ് സക്കാഫി മുഖ്യപ്രഭാഷണം നടത്തി. വിദ്യാഭ്യാസ പുരോഗതിയുടെയും സാമൂഹിക സാംസ്കാരിക വൈജ്ഞാനിക മേഖലകളിലെല്ലാം വളരെ വിശാലമായ കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് പോകാനാണ് സ്ഥാപനം ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ മകുട ഉദാഹരണമാണ് ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു ബ്ലോക്ക് ശിലാസ്ഥാപനം ചെയ്യാൻ നമുക്ക് ഇന്ന് അവസരം ലഭിച്ചു. അബ്ദുൽ സലാം ഹാജി, റഷീദ് മുസ്ലിയാർ, അബ്ദുൽ അസീസ് സക്കാഫി തുടങ്ങിയവർ സംസാരിച്ചു. മർക്കസുൽ ഹുദ സിൽവർ ജൂബിലിയോടനുബന്ധിച്ച് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ജൂബിലി ബ്ലോക്കിന്റെ ശിലാസ്ഥാപന കർമ്മം ചാത്തന്നൂർ തങ്ങൾ സയ്യിദ് മുഹമ്മദ് ഹുസൈൻ അൽ ചിസ്തി അൽ ഖാദ്രി നിർവഹിച്ചു. 2024 സെപ്റ്റംബർ മുതൽ 2025 ജനുവരി വരെയാണ് സിൽവർ ജൂബിലി ആഘോഷ പരിപാടികൾ. ആലപ്പി ബീച്ച് ക്ലബ്ബും അത്ലറ്റിക്കോ ഡി ആലപ്പിയും സംയുക്തമായി സംഘടിപ്പിച്ച സ്പോർട്സ് അവാർഡ് 2024 PP ചിത്തരഞ്ജൻ MLA ഉദ്ഘാടനം ചെയ്തു. ഒക്ടോബർ 6-ന് ആലപ്പുഴ കടപ്പുറത്ത് നടക്കുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ ബീച്ച് റണ്ണിന് മുന്നോടിയായാണ് പരിപാടി സംഘടിപ്പിച്ചത്. 2023-2024 വർഷങ്ങളിൽ ആലപ്പുഴ ജില്ലയിൽ നിന്നും സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും വിവിധ കായിക ഇനങ്ങളിൽ പങ്കെടുത്ത 500ഓളം കുട്ടികളെ ചടങ്ങിൽ ആദരിച്ചു. PP ചിത്തരഞ്ജൻ MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. കൈവരിക്കാൻ കഴിയാത്ത
ഒരു മേഖലയിലുമില്ല. അത് കായിക രംഗത്ത് മാത്രമല്ല, ഒരു മേഖലയിലുമില്ല. പ്രതിസന്ധികൾ, തിരിച്ചടികൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ പലപ്പോഴും കടന്നു വരാം. എന്നാൽ അതിനെ എല്ലാം സന്തോഷത്തിലൂടെ അഭിമുഖീകരിക്കുന്നതാണ്. അങ്ങനെ അഭിമുഖീകരിച്ച് നല്ല നിശ്ചയദാർഢ്യത്തോടുകൂടി അതിനെ കടന്ന് ഞാൻ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലെത്തുക എന്നുള്ളതാണ് ഏതൊരു പൗരനും ജീവിതത്തിൽ കൈവലാക്കുന്നത്. ചടങ്ങിൽ അഡ്വക്കേറ്റ് കുര്യൻ ജെയിംസ് അധ്യക്ഷനായി. ജില്ലാ സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് VG വിഷ്ണു, അർജുന അവാർഡ് ജേതാക്കളായ PJ ജോസഫ്, സജി തോമസ്, മുൻ കേരള ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ ജീൻ ക്രിസ്റ്റിൻ, പ്രേംജിത് ലാൽ സായി, മുൻ ഇന്ത്യൻ ബാസ്കറ്റ്ബോൾ ക്യാപ്റ്റൻ മുരളീകൃഷ്ണൻ, നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ AS കവിത, KN പ്രേമാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് CITU കുട്ടനാട് താലൂക്ക് ചെത്തു തൊഴിലാളി യൂണിയൻ, മദ്യ വ്യവസായ തൊഴിലാളി യൂണിയൻ എന്നിവയുടെ നേതൃത്വത്തിൽ എക്സൈസ് സർക്കിൾ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. രാമങ്കരിയിൽ CPIM പാർട്ടി ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് എക്സൈസ് ഓഫീസ് പടിക്കൽ സമാപിച്ചു. ലൈസൻസിൽ പോകാത്ത കള്ളുഷാപ്പുകൾ തൊഴിലാളി കമ്മിറ്റിക്ക് നൽകുക, തൊഴിലാളികളുടെ തൊഴിലും കൂലിയും സംരക്ഷിക്കുക, അനധികൃത മദ്യവിൽപ്പനക്കാരെ തുറുങ്കിൽ അടയ്ക്കുക, എക്സൈസ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ അവസാനിപ്പിക്കുക, കള്ളു വ്യവസായത്തെ സംരക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ചും ധർണയും. പ്രകടനത്തിന് ശേഷം നടത്തിയ ധർണ ഫെഡറേഷൻ വൈസ് പ്രസിഡന്റ് KD മഹീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്താകെ ഉണ്ടാകുന്ന ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം കാണാൻ നിലവിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് പരിശ്രമിക്കുന്നുണ്ട്. അത്തരത്തിലുള്ളൊരു സംരക്ഷണവും തൊഴിലാളികൾക്കുണ്ട്. ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്നു എന്നുള്ളതുകൊണ്ട് സമരം ചെയ്യാൻ പാടില്ല എന്ന ധാരണയാണ് ചിലർക്കുള്ളത്. ഭരണവും സമരവും ഒന്നിച്ചു കൊണ്ടുപോകുക എന്ന് തന്നെയാണ്. ആ സമരമുഖത്ത് അണിനിരക്കുന്ന കാര്യത്തിൽ ഒരു ബലഹീനതയും തൊഴിലാളി സംഘടനകൾക്കില്ല. ന്യായമായ ആവശ്യത്തിന്മേലാണ് ഇത്തരം സമരങ്ങൾ സംഘടിപ്പിക്കപ്പെടുന്നത്. ഇവിടെ യഥാസമയം കള്ള് ഷാപ്പുകൾ അത് നടത്താൻ ആവശ്യമായ സഹായം ചെയ്യുന്ന രൂപത്തിൽ തൊഴിലാളി കമ്മിറ്റിയുടെ പേരിൽ എഴുതി വെക്കുക, അതിന് വേഗതയിൽ നടപടി നീക്കുക ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ പഴയകാല ചില രീതികളനുസരിച്ച്, പഴയ ശൈലിക്കനുസൃതമായി അനാവശ്യമായി കാലതാമസം വരുത്തുക എന്ന ബോധപൂർവമായിട്ടുള്ള ചില ഇടപെടലുകൾ വരുന്നു. നേതാക്കളായ KK അശോകൻ, G ഉണ്ണികൃഷ്ണൻ, അഡ്വക്കേറ്റ് D സലീംകുമാർ, KR പ്രസന്നൻ, CK പ്രസന്നകുമാർ തുടങ്ങിയവർ സമരപരിപാടികളിൽ പങ്കെടുത്തു. തലവടി വിദ്യാഭ്യാസ ഉപജില്ലാ സംസ്കൃത കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ സംസ്കൃത ദിനാഘോഷം സംഘടിപ്പിച്ചു. തിങ്കളാഴ്ച രാവിലെ 10-ന് BRC ഹാളിലായിരുന്നു ചടങ്ങുകൾക്ക് തുടക്കമായത്. സംസ്കൃത ദിനാഘോഷങ്ങൾ തലവടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗായത്രി B നായർ ഉദ്ഘാടനം ചെയ്തു. സംസ്കൃതം നമ്മൾ എന്നോ മറന്നുപോയൊരു ഭാഷ പോലെ കൈകാര്യം ചെയ്യുകയാണ്. പക്ഷെ ഇപ്പോൾ ഈ തലമുറ എപ്പോഴും സംസ്കൃതത്തിലേക്ക് വരുന്ന ഒരു പ്രവണത നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതേറെ സന്തോഷകരമാണ്. നമ്മുടെ ഭാരതത്തിൻ്റെതായ ആ പൈതൃക ഭാഷ എന്തായിരുന്നുവെന്നും അതിന്റെ പ്രാധാന്യം എന്താണെന്നും ഈ പുതിയ തലമുറ അറിഞ്ഞു വേണം മറ്റുള്ളവരെ അത് അറിയിക്കാൻ. അപ്പം ഇത്രയും കുഞ്ഞുങ്ങൾ അതിലെ പങ്കെടുക്കാൻ സാധിച്ചതിലുള്ള സന്തോഷമുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിവിധ മത്സരങ്ങളും ഇന്നിവിടെ നടത്തപ്പെടുകയാണ്. സംസ്കൃതത്തിന്റെ തന്നെ സംസ്കൃതോത്സവത്തിൽ പങ്കെടുത്ത് വിജയിക്കുന്ന, ഓരോ സബ് ജില്ലയിൽ നിന്നും വിജയിക്കുന്ന കുട്ടികളെയാണ്, അതിന് ഏറ്റവും മുന്നിലെത്തുന്ന കുട്ടികളാണ് ഇനി അടുത്ത ഘട്ടത്തിലേക്ക്. നമ്മുടെ സ്കൂളുകളിലൊക്കെ ഇപ്പോൾ യൂത്ത് ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, കായിക മത്സരങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉദ്ഘാടന യോഗത്തിൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ K സന്തോഷ് അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരത്ത് സംസ്കൃത ദിന സന്ദേശം നൽകി. യോഗത്തിൽ BPC G ഗോപലാൽ മുഖ്യപ്രഭാഷണം നടത്തി. അധ്യാപികമാരായ MR അമ്പിളി, C വിൻസി, K ജിജി എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ഭവതി മനസി ഭീരിരദ്യ സർവമാനവാത് ആധാജിനാഷാഢധര പ്രഗൽഭവാ
ജ്വലന്നിവ ബ്രഹ്മമയേന തേജസാ. ഉണ്ടോ ഒരു കോഫിയോ ചായയോ എടുക്കാൻ? ഇല്ല എന്ന ഉത്തരം കിട്ടുന്നത് ചങ്ങനാശ്ശേരി ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്നുമാണ്. കോഫി ഹൗസിന്റെ പ്രവർത്തനം സെപ്റ്റംബർ 30 അവസാനിപ്പിച്ചു. തൊഴിലാളി സഹകരണ സംഘങ്ങളുടെ ഒരു പരമ്പര നടത്തുന്ന ഇന്ത്യയിലെ ഒരു റെസ്റ്റോറന്റ് ശൃംഖലയാണ് ഇന്ത്യൻ കോഫി ഹൗസ്. 1957 ഇപ്പോൾ കാണുന്ന രീതിയിൽ കോഫി ഹൗസ് ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ചത്. കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന AK ഗോപാലനാണ് തൊഴിലാളികളെ സംഘടിപ്പിച്ച് ഇതിന് തുടക്കം കുറിച്ചത്. 1957 ബാംഗ്ലൂരിലും കേരളത്തിൽ ആദ്യമായി 1958 തൃശൂരിലും ഇന്ത്യൻ കോഫി ഹൗസിന്റെ ശാഖകൾ പ്രവർത്തനം ആരംഭിച്ചു. കേരളത്തിൽ എല്ലാ ജില്ലകളിലും കോഫി ഹൗസിന് ശാഖകളുണ്ട്. വർഷങ്ങൾക്ക് മുമ്പേ ചങ്ങനാശ്ശേരിയിലും ഇന്ത്യൻ കോഫി ഹൗസ് പ്രവർത്തനം ആരംഭിച്ചിരുന്നു. KSRTC ബസ് സ്റ്റാൻഡിന് സമീപം 1977 ചങ്ങനാശ്ശേരിയിൽ കോഫി ഹൗസ് പ്രവർത്തനം തുടങ്ങിയത്. രാഷ്ട്രീയ കക്ഷികളുടെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചിരുന്നവർ ഈ കോഫി ഹൗസിൽ ഒരു മൂലയ്ക്കായി സ്ഥിരം ഇടം പിടിച്ചിരുന്നു. സാംസ്കാരിക നായകർക്കുമുണ്ടായിരുന്നു ഒരു കോർണർ. കോഫി ഹൗസിലെ ഈ ഇടങ്ങൾ ഏവരുടെയും കൗതുകത്തിനും വിമർശനത്തിനും കാരണമായിട്ടുണ്ട്. പിന്നീട് കോഫി ഹൗസ് കുരിശുമുട്ടിലേക്ക് മാറ്റി. കുരിശുമുട്ടിനും പാറയിൽപ്പള്ളിക്കും ഇടയിൽ ഇന്ത്യൻ കോഫി ഹൗസ് 7 വർഷങ്ങൾക്ക് മുമ്പാണ് പ്രവർത്തനം തുടങ്ങിയത്. ഇവിടെയും രാഷ്ട്രീയ കക്ഷി നേതാക്കൾക്കും സാംസ്കാരിക പ്രവർത്തകർക്കും കോർണർ ഉണ്ടായിരുന്നു. കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി അംഗം VJ ലാലി എന്തു പറയുന്നു എന്ന് നോക്കാം. കോഫി ഹൗസിലെ എല്ലാ വിഭാഗം, എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലെയും എല്ലാ സാംസ്കാരിക വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും ഒരുമിച്ച് കൂടാനുള്ള ഒരു വേദിയാണ്. വ്യത്യസ്തങ്ങളായ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ പരസ്പരം കടിച്ചു കയറാൻ നിൽക്കുന്ന ആളുകളും ഈ കോഫി ഹൗസ് എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിനുള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരുമിച്ച് ചർച്ച ചെയ്യുകയും അന്നേ ദിവസത്തെ രാഷ്ട്രീയ കാര്യങ്ങളും അന്നേ ദിവസത്തെ സാമൂഹ്യ പശ്ചാത്തലങ്ങളും ചങ്ങനാശ്ശേരിയിലെ മറ്റ് പരിസര പ്രദേശങ്ങളിലേക്കുള്ള കാര്യങ്ങളൊക്കെ നിരന്തരമായി ചർച്ചയും കാര്യങ്ങളും നടത്തുന്ന ഒരു വേദിയാണിത്. അതിനകത്ത് ഇവിടെ ഒരു രാഷ്ട്രീയം അല്ലെങ്കിൽ ഒരു മുന്നണി രാഷ്ട്രീയവും ഇല്ല. ഏത് മുന്നണിയും ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും ഒരുമിച്ച് കൂടിയിരുന്ന് സാംസ്കാരികവും സാമൂഹ്യവും രാഷ്ട്രീയവും ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയുന്നതിനുള്ള ഒരു വേദിയായിരുന്നു ഇത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതിവിടെ നിന്ന് മാറിപ്പോകാതിരിക്കട്ടെ എന്നാണ് ഞങ്ങളുടെ ഒരു ആശംസ. സാമ്പത്തിക നഷ്ടം മൂലമാണ് കോഫി ഹൗസ് അടച്ചുപൂട്ടുന്നത് എന്ന രീതിയിൽ വരുന്ന വാർത്തകൾ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് സ്ഥിരം കസ്റ്റമേഴ്സിൽ ചിലർ പറയുന്നു. ഇന്ത്യൻ കോഫി ഹൗസ് കുരിശുമൂട്ടിൽ പൂട്ടുമ്പം ഇതിനെ സംബന്ധിച്ച് വളരെ വ്യക്തത ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. മുഖ്യധാരാ മാധ്യമങ്ങളിൽ പോലും വളരെ മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഒരു വാർത്ത ഇന്ന് കണ്ടു. അതായത് കോഫി ഹൗസ് നഷ്ടം വന്നതുകൊണ്ടാണ് കുരിശുമൂട്ടിൽ പൂട്ടുന്നത്. യഥാർത്ഥത്തിൽ ഹെഡ് ഓഫീസിൽ സംഘത്തിൻ്റെ സെക്രട്ടറിയൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോഴും വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ് അദ്ദേഹം, ഒരു കാരണവശാലും അങ്ങനെയല്ല, കാരണം ഇതിന് ലാഭകരമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കോഫി ഹൗസാണിത് എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ തൊഴിൽ സംബന്ധമായിട്ടുള്ള അൺറസ്റ്റും തൊഴിലിൽ ഉള്ള ജോലിക്കാരുടെ ഡിസിപ്ലിൻ ഇല്ലാഴികയും ഒക്കെയാണ് ഇതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ കുടുംബത്തിന് വേണ്ടിയിട്ട് ജോലി ചെയ്യുന്ന ആത്മാർത്ഥതയുള്ള കസ്റ്റമേഴ്സിനോട് അങ്ങേയറ്റം സ്നേഹവും പരിഗണനയും കാണിക്കുന്ന നന്മയുള്ള ജോലിക്കാർ ഒത്തിരി ജോലി ചെയ്യുന്ന കോഫി ഹൗസാണ്. ചങ്ങനാശ്ശേരിയിൽ ഇന്ത്യൻ കോഫി ഹൗസിൽ സ്ഥിരം ചായയോ കാപ്പിയോ കഴിക്കാൻ വരുന്നവരുടേതായി കോഫി മേറ്റ്സ് എന്ന പേരിൽ ഒരു സംഘടന തന്നെ പ്രവർത്തിക്കുന്നു എന്നത് കൗതുകം ഉണർത്തുന്ന ഒരു യാഥാർത്ഥ്യമായി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇനിയില്ല ഇവിടെ നിന്നും ചായ, കാപ്പി, നെയ്റോസ്റ്റ്, ചപ്പാത്തി, മസാലദോശ എന്നീ വിഭവങ്ങളോടൊപ്പം ചൂടേറിയ രാഷ്ട്രീയ സാംസ്കാരിക ചർച്ചകളും. എഴുത്തുകാരുടെ സംഘടനയായ സൃഷ്ടിപഥം തിരുവിതാംകൂർ മേഖലയുടെ ഓണാഘോഷവും പുസ്തക പ്രകാശനവും നടന്നു. ആലപ്പുഴ റെയ്ബാൻ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി സാഹിത്യകാരൻ കാവാലം ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഭാഷാപിതാവ് എന്നൊക്കെ പറയും. ഭാഷാപിതാവ് എന്നുള്ള പ്രയോഗം നിങ്ങളൊക്കെ പ്രയോഗിച്ചു കാണും. ഒരുപാട് പ്രൊഫസർമാർ പ്രയോഗിച്ചിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ പുസ്തകം മൗഢ്യമാണ്. ഒരു ഭാഷയ്ക്കും ഒരു പിതാവ് ഉള്ളാതെ പാടില്ല. ഒരു ഭാഷയ്ക്ക് ഒരു പിതാവിനെ പരികൽപ്പന ചെയ്ത് കൂടാം. ഞാൻ ചോദിക്കട്ടെ, ഇംഗ്ലീഷിലെ കാൻബറീസ് എഴുതിയ ഡോക്ടർ ഫാദർ ഓഫ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടില്ല. ലോകത്ത് 6000-ൽ പരം ഭാഷകളുണ്ട്. ഈ 6000-ൽ പരം ഭാഷകളുള്ള ഒരു ഭാഷയ്ക്കും പിതാവുമായിട്ട് എന്തെന്നില്ല. സൃഷ്ടിപഥം സംസ്ഥാന കോർഡിനേറ്റർ എലിസബത്ത് സാമുവൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ആലപ്പുഴ യൂണിറ്റ് പ്രസിഡന്റ് കാവാലം മാധവൻകുട്ടി, സെക്രട്ടറി രാജീവ് തുറവൂർ, പ്രഭാഷകൻ ജോസഫ് മാരാരിക്കുളം, തിരക്കഥാകൃത്ത് സുധാംശു തുടങ്ങിയവർ സംസാരിച്ചു.
ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണ്ണ ഗ്രാമിന് 7050 രൂപ, പവന് 56,400 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.